അപ്പോൾ ഹൗ ഡസ് ജാവാസ്ക്രിപ്റ്റ് ഹാൻഡിൽ മെമ്മറി മാനേജ്മെന്റ്? മെമ്മറീനെ എങ്ങനെയാണ് മാനേജ് ചെയ്യണേന്ന്, ജാവാസ്ക്രിപ്റ്റ് മെമ്മറി മാനേജ്മെന്റിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ മെമ്മറി മാനേജ്മെന്റ്, ജാവാസ്ക്രിപ്റ്റിനകത്ത് മെമ്മറി മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് 2 സ്റ്റെപ്പായിട്ട് ബ്രേക്ക് ചെയ്തേക്കുവാണ്. ഫസ്റ്റ് തന്നെ മെമ്മറി അലോക്കേഷൻ. മെമ്മറി 2 സ്റ്റെപ്പ് ഉണ്ട് മെമ്മറി മാനേജ് ചെയ്യാനായിട്ട് ജാവാസ്ക്രിപ്റ്റിന്. ഒന്ന് മെമ്മറി അലോക്കേഷൻ ആണ്. മെമ്മറി അലോക്കേഷനകത്ത് 2 ടൈപ്സ് ഓഫ് മെമ്മറി ആണുള്ളത്. ഒന്ന് സ്റ്റാക്ക് മെമ്മറി ഓർ ടെമ്പററി മെമ്മറി. ഈ സ്റ്റാക്ക് മെമ്മറി ഓർ ടെമ്പററി മെമ്മറിനകത്ത് എന്തൊക്കെയുള്ളത്? In stack memory, mostly your temporary variables are stored like your primitive data types like numbers, strings, booleans, null, undefined. ഇങ്ങനത്തെ primitive data types, അതായത് ടെമ്പററി വേരിയബിൾസ് ആണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. കാരണം ടെമ്പററി മെമ്മറി എന്ന് നമ്മൾ ഈ മെമ്മറിനെ പറയും. സ്റ്റാക്ക് മെമ്മറിനെ ടെമ്പററി മെമ്മറി എന്ന് പറയും. ഇതിനകത്ത് ടെമ്പററി വേരിയബിൾസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. മെയിൻ ആയിട്ടും primitive data types ആണ് സ്റ്റോർ ചെയ്യുന്നത്, ലൈക്ക് നമ്പേഴ്സ്, സ്ട്രിങ്സ്, ബൂളിയൻസ്, നൾ, അൺഡിഫൈൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെമ്മറിയാണ് ഹീപ്പ് മെമ്മറി എന്ന് പറയുന്നത്. ഹീപ്പ് മെമ്മറിനകത്ത് നൗ ദർ ആർ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ലൈക്ക് ഒബ്ജക്ട്സും അറേസും ഫങ്ഷൻസും. ദീസ് ആർ ഓൾ സ്റ്റോർഡ് ഇൻ ദ പെർമനന്റ് മെമ്മറി ഓഫ് ഹീപ്പ് മെമ്മറി. ഒബ്ജക്ട്സും അറേസും ഫങ്ഷൻസ് ഒക്കെ എന്താണ്, പെർമനന്റ് മെമ്മറിനകത്താണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. പെർമനന്റ് മെമ്മറി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ആണ്. ഇത് പെർമനന്റ് മെമ്മറിയിലാണ് ഇത് സ്റ്റോർ ചെയ്യണത്. ഹീപ്പ് മെമ്മറി എന്ന് പറഞ്ഞ ഒബ്ജക്ട്സ്, അറേസ്, ഫങ്ഷൻസ്. ഇനി നമ്മൾ മെമ്മറി അലോക്കേഷൻ ഉണ്ട്. പിന്നെ ഗാർബേജ് കളക്ഷൻ. ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർബേജ് കളക്ഷൻ എന്ന് വെച്ചാൽ ക്ലീനിങ് ഓഫ് ദി ഡാറ്റ. ക്ലീനിങ് ഓഫ് ദി ഡാറ്റ, നമ്മുടെ ഡാറ്റേനെ ക്ലീൻ ചെയ്യുന്നതാണ് ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞത്. ഇത് എങ്ങനെയാണ് ചെയ്യണേ എന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10നെയാണ് റെഫർ ചെയ്യണേന്ന് പറയാം. എസിന്റെ വാല്യൂ 10 ആണ്. എസ് ഈസ് റെഫറിങ് ടു 10. നെയിം ഈസ് റെഫറിങ് ടു എന്താണ്, നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യനെയാണ് റെഫർ ചെയ്യുന്നത്. ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് റെഫറിങ് ടു ട്രൂ. ടേബിൾ ജോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് റെഫറിങ് ടു നള്ള്. ബുക്ക് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈസ് റെഫറൻസിങ് ആൻ ഒബ്ജക്റ്റ് ലില്ലി 90 എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. വേരിയബിൾ ഇത് റെഫറൻസസ് ആണ്. അപ്പൊ ഇത് എന്താണെന്ന് നമുക്ക് ദർ ഈസ് എ സ്വീപ്പർ ഫംഗ്ഷൻ. ഒരു സ്വീപ്പർ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട് ജാവാസ്ക്രിപ്റ്റിൽ. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിച്ച് ചെക്സ് ഫോർ ദി വേരിയബിൾ വിച്ച് ആർ നോട്ട് റെഫറൻസിങ് ടു നത്തിങ്. അപ്പൊ സ്വീപ്പർ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട് ജാവാസ്ക്രിപ്റ്റ്. അതെന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും റെഫർ ചെയ്യാത്ത എന്തെങ്കിലും വേരിയബിൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതാണ് അതിന്റെ ഡ്യൂട്ടി. അപ്പൊ നൾ മീൻസ് നത്തിങ്. നള്ളിന്റെ അർത്ഥം ഇതിനകത്ത് നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നാണ് അർത്ഥം, നത്തിങ് എന്നാണ് അർത്ഥം. അപ്പൊ ദാറ്റ് ഈസ് വോയിഡ്, അതായത് വോയിഡ് ആണെന്നാണ് അർത്ഥം. ഹെൻസ് ദിസ് ടേബിൾ ജോക്കർ ഓർ വാട്ട് എവർ വേരിയബിൾ വിച്ച് ഇസ് നോട്ട് റെഫറൻസിങ് ടു എനിത്തിങ് ഈസ് മാർക്ക്ഡ്. അപ്പൊ ഈ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയിന്റ് ചെയ്യുന്നത് നള്ളിലേട്ടാണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് മാർക്ക് ചെയ്ത് വെക്കും സ്വീപ്പർ ഫംഗ്ഷൻ. മാർക്ക് ചെയ്ത് വെച്ചിട്ട് വാട്ട് എവർ വേരിയബിൾസ്, അപ്പൊ അതിനകത്ത് നള്ളെന്ന് പറഞ്ഞ് റെഫറൻസ് ചെയ്യുന്ന ഏതൊക്കെയാണോ അതിനെയൊക്കെ മാർക്ക് ചെയ്ത് വെക്കും. ആ സ്വെപ്റ്റ് എവേ വിത്ത്. അപ്പൊ എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് ഏതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ സ്വീപ്പർ ഫംഗ്ഷൻ അതിനെ റിമൂവ് ചെയ്യും. സ്വെപ്റ്റ് എവേ എന്ന് വെച്ചാൽ റിമൂവ് ചെയ്യും. Hence the place is left empty or cleared for the next variable. അപ്പൊ അത് എംറ്റി ആയിട്ടിരിക്കും. ക്ലിയർ ചെയ്ത സ്ഥലം നമ്മൾ എന്താണ് എംറ്റി ആയിട്ടിരിക്കും അടുത്ത വേരിയബിളിന് വേണ്ടി. ദിസ് ഇസ് ഹൗ മെമ്മറി മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നത്. അതായത് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ വർക്ക്സ് ഇൻ ജാവാസ്ക്രിപ്റ്റിനകത്ത്. മെമ്മറി അലോക്കേഷൻ, ഡി അലോക്കേഷൻ നടക്കുന്നത്, മെമ്മറി മാനേജ്മെന്റ് ഒക്കെ നടക്കുന്നത് ഇങ്ങനെയാണ്. 2 സ്റ്റെപ്പാണ്. ഒന്ന് മെമ്മറി അലോക്കേഷൻ, 2 സ്റ്റെപ്പാണ് മെമ്മറി മാനേജ്മെന്റ്. മെമ്മറി അലോക്കേഷൻ പിന്നെ ഗാർബേജ് കളക്ഷൻ. ഇങ്ങനെയാണ് മെമ്മറി അലോക്കേഷൻ, ഡി അലോക്കേഷൻ ഒക്കെ നടക്കുന്നത്.